ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ എല്ലാവരും പിക്നിക്കിന് വന്നിരിക്കുന്ന ഈ സ്ഥലമുണ്ടല്ലോ, ഇതിന്റെ പേരെന്താണെന്ന് അറിയോ? ചോർ നഗരി. എന്നാൽ നിങ്ങൾക്ക് ഈ പേര് കേട്ടതും ഒരു അതിശയം തോന്നുന്നുണ്ടാവും അല്ലേ? ഇതുവരെ ഈ സ്ഥലത്ത് ഒരിക്കലും മോഷണം നടന്നിട്ടില്ല. ഈ നാടിന് ആ പേര് ആരാ വെച്ചത്? അതെനിക്കറിയില്ല. പക്ഷേ കഴിഞ്ഞ 100 വർഷമായിട്ട് ഈ സ്ഥലത്തിന്റെ പേര് ഇത് തന്നെയാണ്. പക്ഷേ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആരുടെ വീട്ടിലും ഇവിടെ വാതിലുകളില്ല. അതാണ് പ്രത്യേകത. അതുകൊണ്ടാണ് ഈ സ്ഥലത്തെ ചുറ്റിക്കാണിക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്നത്തെ കാലത്തും ഇങ്ങനത്തെ ഒരു സ്ഥലം കാണണമെന്നുണ്ടെങ്കിൽ കൂടാതെ ഇവിടെ ഒരു അപരാധങ്ങളും നടക്കുന്നില്ല. അതിശയം തന്നെ. ശരി കുട്ടികളെ, നിങ്ങൾ എല്ലാവരും ചെന്ന് റെസ്റ്റ് എടുത്തോളൂ. നാളെ രാവിലെ നമുക്ക് ഈ സ്ഥലം ഒന്ന് ചുറ്റിക്കാണാൻ പോകാം. ശരി കുട്ടികളെ, നാളെ കാണാം. ഇനി മിണി മണി നിങ്ങളൊക്കെ റെഡിയല്ലേ? യെസ് ബോസ്. ഇനി മീനി മൈനി മോ എപ്പോഴും റെഡി ആയിരിക്കും. നമ്മള് ബുദ്ധിമുട്ടി ഓരോ പടിയും ചെയ്താലേ കൈ നിറയെ പണം ഉണ്ടാക്കാം. ഇതുവരെ ഈ ഗ്രാമത്തില് ഇന്ന് വരെ കളവ് നടന്നിട്ടില്ല. അതുകൊണ്ട് ഇവിടെയുള്ള ഒരു വീട്ടിൽ പോലും വാതിലില്ല. ഇനിയവന്മാരൊരു പാഠം പഠിച്ചോളും. നമുക്ക് നന്നായി. ഇനി മിനി മനി റെഡിയല്ലേ? യെസ് മോ. ഓക്കേ, പോകാം. സോറി മോ. ഓ ആരാണ് ചോദിച്ചേ? കള്ളൻ, കള്ളൻ, ഓടി വരൂ, പിടിക്കൂ, കള്ളൻ, 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 ദേ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു, കള്ളൻ, പിടിക്കൂ, കള്ളൻ, ഓടി വരൂ, പിടിക്കൂ, കള്ളൻ, പുറത്ത് ആളുകൾ ഒച്ചെടുക്കുന്നു. വേഗം എനിക്ക് ശിവ, ശബ്ദം അവിടുന്ന് വരുന്നത്. വരൂ, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. വരൂ, ഞങ്ങളും വരുന്നു.
കള്ളൻ പിടിക്കൂ കള്ളൻ 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 പിടിക്കവരെ കള്ളൻ കള്ളൻ വേഗം പിടിക്കവരെ കള്ളൻ കള്ളൻ വേഗം കള്ളൻ പിടിക്കവരെ കള്ളൻ കള്ളൻ വേഗം പിടിക്കവരെ കള്ളൻ പിടിക്കവരെ കള്ളൻ പിടിക്കവരെ കള്ളൻ കള്ളൻ വേഗം പിടിക്കവരെ കള്ളൻ വേഗം പിടിക്കുക വേഗം കള്ളൻ പിടിക്കവരെ കള്ളൻ വേഗം പിടിക്കവരെ കള്ളൻ ഇനി മിനി മൈനി മോ ഞങ്ങളെ പിടിക്കാൻ പറ്റൂല. ഇനി മിനി മൈനി മോ ഞങ്ങളെ പിടിക്കാൻ പറ്റൂല. അവര് പെട്ടെന്ന് രക്ഷപ്പെട്ട് കളഞ്ഞു. നിങ്ങൾ അവരാരെങ്കിലും കണ്ടോ? ഇല്ലില്ല, ഞങ്ങൾ ആരെയും കണ്ടില്ല. വരൂ, നമുക്ക് തിരിച്ചു പോയിട്ട് ലഡു സിംഗ് സാറിനെ വിവരം അറിയിക്കാം. ശരി ശിവ. നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും അറിയാത്ത പോലെ നിൽക്കുക. ഞങ്ങളുടെ ഗ്രാമത്തിൽ ആദ്യമായിട്ടാണ് കളവ് നടന്നിരിക്കുന്നത്. നിങ്ങളുടെ ക്യാമ്പിലുള്ള കുട്ടികളായിരിക്കും ഇത് ചെയ്തിരിക്കുന്നത്. ഇത് നുണയാ, ഞങ്ങൾ ആരും മോഷ്ടിച്ചിട്ടില്ല. ഞങ്ങളുടെ കുട്ടികൾ വളരെ നല്ല കുട്ടികളാണ്. ഒരിക്കലും അവര് മോഷ്ടിക്കാരേ ഇല്ല. എന്തോ ഒരു തെറ്റിദ്ധാരണയാണ് സംഭവിച്ചിരിക്കുന്നത്. സർ, രാത്രി ആളുകൾ ഒച്ചെടുക്കുന്നത് കേട്ട് ഞാൻ പുറത്തേക്ക് വന്നു. ആ കള്ളന്മാര് പോകുന്നത് ഞാൻ കണ്ടു. ഞാൻ പുറകെ പോയി, പക്ഷെ അവർ രക്ഷപ്പെട്ടു. എന്തായാലും നമ്മുടെ സ്കൂളിൽ വിട്ട കുട്ടികളല്ല അവര്. അപ്പൊ ആരാ മോഷ്ടിച്ചത്? ഞാനാണ് ഇവിടെ മോഷ്ടിച്ചത്. ഇയാളാണ് നമ്മുടെ നാടിനെ നാണം കെടുത്തിയത്. പിടിക്കയാളെ. അല്ല, പിടിക്ക്. അതെ, ഇയാളെ വെറുതെ ഞാനൊന്ന് വിടരുത്. പറഞ്ഞോട്ടെ. പിടിക്ക്. വേണ്ട, എന്നെ തല്ലല്ലേ. പറയുന്നത് കേക്ക്. ഞാനൊരു പോലീസുകാരനാണ്. എന്നെ തല്ലല്ലേ. മതി. മതിയാക്കാൻ പറഞ്ഞില്ലേ. വിട്. ഞാൻ പറയുന്നത് മുഴുവൻ കേട്ടിട്ട് എന്നെ തല്ലിയാ പോരെ നിങ്ങൾക്ക്? ഞാൻ പറയാൻ വന്നത്, ഞാനാണ് മോഷ്ടിച്ചത് എന്ന് ഒരു കള്ളനും നേരിട്ട് പറയില്ല എന്നാ പറയാൻ വന്നത്. കള്ളന്മാരെ കൊണ്ട് നമ്മളല്ലേ പറയിപ്പിക്കേണ്ടത്. ഓ, ക്ഷമിക്കണം സാറേ, ക്ഷമിക്കണം. ഞങ്ങളോട് ക്ഷമിക്കണം. ഇറ്റ്സ് ഓക്കെ. ആ മോഷ്ടാവ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവരെ കൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ സത്യം പറയിപ്പിക്കും. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ എന്തെങ്കിലും മോഷണം നടന്നു കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ ചെന്ന് ആ കള്ളനെ പിടിച്ചിരിക്കും. പക്ഷെ ഈ പിള്ളേര് വെറും 50 മീറ്റർ ദൂരെയല്ലേ നിൽക്കുന്നത്.